നടിയെ ആക്രമിച്ച കേസിൽ സർക്കാർ അപ്പീൽ പോകുന്നത് വേറെ പണിയില്ലാത്തത് കൊണ്ടാണ് എന്ന് UDF കൺവീനർ അടൂർ പ്രകാശ്. പ്രസ്താവന വിവാദമായതോടെ അതിജീവിതയ്ക്കൊപ്പമെന്ന് മലക്കം മറിച്ചിൽ. ആദ്യം പറഞ്ഞതും പിന്നീട് തിരുത്തിയതും കേൾക്കാം. നടി എന്നുള്ള നിലയിൽ ആ കുട്ടിയോടൊപ്പമൊക്കെയാണ് ഞങ്ങൾ എന്ന് പറയുമ്പോഴും ഒരു നീതി എല്ലാവർക്കും കിട്ടണം. ശ്രീ ദിലീപിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് നീതി ലഭ്യമായി എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ള ഒരു വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം. സർക്കാർ അല്ലെങ്കിലും അപ്പീൽ പോകുമല്ലോ. സർക്കാരിന് വേറെ ഒരു ജോലിയില്ലല്ലോ. ഏത് കിട്ടിയാലും ഏതൊക്കെ തരത്തിലും ആരെ ഉപദ്രവിക്കാൻ കഴിയും എന്ന് നോക്കിക്കാണുന്ന ഒരു സർക്കാരാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ ആ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം എന്ത് കേസുകളും കെട്ടിച്ചമച്ചുണ്ടാക്കാൻ തയ്യാറായി നിൽക്കുന്ന ഗവൺമെൻറ്റാണ് ഇവിടെ ഉള്ളത്. അതിജീവിതയ്ക്ക് നീതി കിട്ടിയില്ല എന്ന് തന്നെയാണ് ഞാൻ ഇവിടെ പറഞ്ഞത്. അതേപോലെ തന്നെ നീതിന്യായ കോടതിയിൽ നിന്നും ഒരു വിധി ഉണ്ടാകുമ്പോൾ ആ നീതിന്യായ കോടതിയെ തള്ളിപ്പറയുക എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം അതിന് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അതിജീവിതയ്ക്ക് നീതി കിട്ടിയില്ല. അവർക്ക് അതിജീവിതയ്ക്ക് നീതി കിട്ടാൻ വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ നിശ്ചയമായും നടക്കണം. പ്രോസിക്യൂഷൻ്റെ ഭാഗത്തു നിന്നുണ്ടായ വീഴ്ചയ്ക്ക് ഇന്ന് ഗവൺമെൻറ് ഉരുണ്ട് കളിക്കേണ്ട ഒരു കാര്യമില്ല. പ്രോസിക്യൂഷൻ നോക്കേണ്ട കാര്യങ്ങളിൽ നിന്നും അത് വിട്ടുപോയിരിക്കുന്നു. പ്രോസിക്യൂഷൻ്റെ ഭാഗത്ത് തെറ്റുപറ്റിയിട്ടുണ്ടെങ്കിൽ അത് ഗവൺമെൻറ് അക്കാര്യങ്ങൾ പറയുകയാണ് ചെയ്യേണ്ടിയിരിക്കുന്നത്. അതിന് പകരം ഇപ്പോൾ ഉരുണ്ട് കളിച്ചുകൊണ്ട് എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് രക്ഷപ്പെടുവാൻ വേണ്ടി ഇവർ തയ്യാറാക്കി വെച്ചിരിക്കുന്ന കാര്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. അമൽ തേനമ്പറമ്പിൽ വിവരങ്ങളുമായി നമ്മളോടൊപ്പം ചേരുകയാണ്. അമൽ, ഈ വിധിയെക്കുറിച്ചുള്ള പേഴ്സണൽ അഭിപ്രായം എന്നത് മാത്രമല്ല, സർക്കാർ ഒരു പണിയുമില്ലായിട്ടാണ് അപ്പീൽ പോകുന്നത് എന്ന് പറയുമ്പോൾ അതൊരു രാഷ്ട്രീയം കൂടിയാണ്. അടൂർ പ്രകാശ് പറഞ്ഞത് അടൂർ പ്രകാശിന്റെ രാഷ്ട്രീയം അനുസരിച്ചുള്ള പ്രതികരണമാണ് എന്ന് മന്ത്രി വീണ ജോർജ് പറയുന്നതും അത് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് തന്നെയാണ്. ഈ പ്രതികരണങ്ങളുടെ പ്രഹരശേഷി മനസ്സിലാക്കി തന്നെയാണ് തിരുത്ത്. ഈ തിരഞ്ഞെടുപ്പ് ദിവസം 7 ജില്ലകളിൽ വോട്ടെടുപ്പ് പുരോഗമിക്കുന്നതിനിടെയാണ് അടൂർ പ്രകാശിന്റെ പ്രതികരണം ഉണ്ടാകുന്നത്. പത്തനംതിട്ടയിൽ വെച്ചുള്ള പ്രതികരണം ഉണ്ടാക്കിയ ചലനങ്ങൾ ചെറുതല്ല എന്ന് ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ പിന്നീട് ഒരു തിരുത്തുണ്ടാകുന്നു. രാവിലത്തെ പ്രതികരണം എന്ന് പറയുന്നത് സർക്കാർ അപ്പീലിന് പോകുന്നത് വേറെ പണിയില്ലാത്തത് കൊണ്ട് എന്ന് മാത്രമല്ല, ദിലീപിനോടുള്ള ഒരു ആഭിമുഖ്യം കൂടി ഈ വിഷയത്തിൽ അടൂർ പ്രകാശ് പ്രകടിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. ഇത് വലിയ ചർച്ചയായി മാറി. വോട്ട് ചെയ്ത് പുറത്തേക്ക് ഇറങ്ങുന്ന പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം അടൂർ പ്രകാശിന്റെ വിവാദ പ്രസ്താവനയിൽ മറുപടി പറയേണ്ട ഒരു അവസ്ഥയിലേക്ക് മാറി. ഇടതുപക്ഷത്തു നിന്നും BJP-യിൽ നിന്നുമെല്ലാം രൂക്ഷമായ വിമർശനം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് അടൂർ പ്രകാശിന്റെ പ്രസ്താവനയ്ക്കെതിരെ ഉയരുകയും ചെയ്തു. ആ ഒരു ഘട്ടത്തിൽ തിരക്കിട്ട ചർച്ചകൾ KPCC ആസ്ഥാനത്ത് നടന്നു. കേരളത്തിന്റെ ചുമതലയുള്ള ACC ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷി ഇന്ദിരാഭവനിലേക്ക് എത്തുന്നു. സണ്ണി ജോസഫ് എത്തുന്നു. സണ്ണി ജോസഫ് അടൂർ പ്രകാശിന്റെ പ്രസ്താവനയെ പരസ്യമായി തന്നെ തള്ളിപ്പറയുന്നു. അത് KPCC-യുടെ നിലപാടല്ല എന്നുള്ളത് മാത്രമല്ല, ആ നിലപാട് അംഗീകരിക്കുന്നില്ല എന്നുകൂടി KPCC അധ്യക്ഷൻ പറയുന്നു. K മുരളീധരൻ നിലപാട് തള്ളിപ്പറയുന്നു. AK ആന്റണി അടൂർ പ്രകാശിന്റെ നിലപാട് തള്ളിപ്പറയുന്നു. അങ്ങനെ കോൺഗ്രസിന്റെ ബാക്കി മുഴുവൻ നേതാക്കളും ഈ നിലപാട് തള്ളിപ്പറയേണ്ട അവസ്ഥയിലേക്ക് എത്തി എന്നുള്ളത് മാത്രമല്ല, UDF കൺവീനർ മുന്നണിയിൽ ഒറ്റപ്പെടുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തി. അതിനുശേഷമാണ് അടൂർ പ്രകാശ് KPCC ഓഫീസിലേക്ക് എത്തുകയും അവിടെ ശേഷം KPCC ആസ്ഥാനത്തേക്ക് വിളിച്ചു വരുത്തി സംസാരിച്ചതിന് ശേഷമാണ് അടൂർ പ്രകാശിന്റെ മലക്കം മറിച്ചിൽ. അമൽ തേനമ്പറമ്പിലാണ് വിവരങ്ങൾ നൽകിയത്.